Okay, dear students, all of you mark your attendance in the chat box. Mark your attendance. Okay, in the morning, we studied about Brahmagiri. Archaeologists think that objects found with a skeleton probably belong to the dead person. Sometimes more objects are found in one grave than in another. Brahmagiri, a skeleton was buried with 33 gold beads, two stone beads, then 4 copper bangles and 1 conch shell. But എപ്പോഴും ഇങ്ങനെ ഒരുപാട് സ്വർണ്ണമൊക്കെ ചിലതിന്റെ കൂടെ ഉണ്ടാവോ? ഇല്ല. Other skeletons have only a few pots. Okay. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ പണക്കാരെ പാവപ്പെട്ട എന്നൊരു സോഷ്യൽ ഡിഫറൻസ് അന്നും നിലനിന്നിരുന്നു. അത് പണക്കാരെ അടക്കം ചെയ്തെടുത്തായിരിക്കും എന്തുണ്ടായിട്ടുണ്ടാവുക? ഈ ഗോൾഡ് ബീഡ്സും അല്ലെങ്കിൽ കോപ്പർ ബാംഗിൾസും കോഞ്ച് ഷെല്ലും അല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. പാവങ്ങളെ അടക്കം ചെയ്തെടുത്തായിരിക്കും എന്തുണ്ടായിട്ടുണ്ടാവുക? പോട്ട്സ്, കുറെ പോട്ട്സ് ഉണ്ടാവുക. Pots അടക്കം ചെയ്തിട്ടുണ്ടാവും അല്ലേ? Yes. Then were some burial spots meant for certain families. Sometimes megaliths contain more than one skeleton. These indicate that people, perhaps belonging to the same family, were buried in the same place, though not at the same time. The bodies of those who died later were brought into grave through the portholes. Stone circles and boulders placed on the surface probably served as signposts to find the burial site, thus so that people could return to the same place whenever they wanted to. നമുക്കറിയാം ചില സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോ പള്ളിയിൽ അടക്കം ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? കുടുംബക്കല്ലറ ഉണ്ടാവും അല്ലേ? കുടുംബക്കല്ലറ, അതായത് കുടുംബക്കല്ലറ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ആര് മരിച്ചാൽ ആ കല്ലറയിലായിരിക്കും അല്ലെ? ഹിന്ദുസിനാണെങ്കിൽ എന്തുണ്ടാവും? ശ്മശാനം അല്ലെ? തറവാട് ശ്മശാനം ഉണ്ടാവും. അവരുടെ കുടുംബത്തിലെ ആര് മരിച്ചാലും ഒരേ സ്ഥലത്ത് ഒരേ ഏരിയാസിലൊക്കെ ശ്മശാനം, കുടുംബ ശ്മശാനം ഉണ്ടാവും. അതുപോലെ തന്നെ പണ്ട് എന്തായിരുന്നു? മെഗാലിത്സ് എന്ത് ചെയ്തിട്ടുണ്ട്? മെഗാലിത്സ് കണ്ടെയ്ൻ മോർ ദാൻ വൺ സ്കെൽട്ടൺ. മെഗാലിത്സിൽ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഒന്നിൽ കൂടുതൽ സ്കെൽട്ടൺ കണ്ടെത്തിയിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും? അവരുടെ ഫാമിലിയിൽപ്പെട്ട മറ്റുള്ളവരായിരിക്കും അല്ലെ? ഒരേ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരെയായിരിക്കും അടക്കം ചെയ്തിട്ടുണ്ടാവുക ഒരു മെഗാലിത്സിൽ അല്ലെ? ഇനി അത് ഒരേ ദിവസമായിരിക്കോ? അല്ല. ഒരാൾ മരിച്ച് കുറെ കാലം കഴിഞ്ഞായിരിക്കും അദ്ദേഹത്തിന്റെ ഫാമിലിയിൽപ്പെട്ട വേറൊരാൾ മരിക്കുക. അപ്പൊ അയാളെ അവിടെ തന്നെ അടക്കം ചെയ്തു. അപ്പൊ മോർ ദാൻ സ്കെൽട്ടൺ ഫൗണ്ട് ബൈ ദ ആർക്കിയോളജിസ്റ്റ്. ക്ലിയർ? ഒരേ ബറിയൽ സൈറ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്കെൽട്ടൺ കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കും. Then a special burial at Inamagon. ഇനാമഗോണിൽ ഒരു സ്പെഷ്യൽ ബറിയൽ ഉണ്ട്. എന്താന്ന് നോക്കാം. Find Inamagon on map 2, page number 30. It is a site on the river God, a tributary of the Bhima. It was occupied between 3600 and 2700 years ago. Here, adults were generally buried in the ground, laid out straight, with the head towards the north. Sometimes burials were within the houses. Vessels that probably contained food and water were placed with the dead. എന്താ പറഞ്ഞേ? ഇനാമഗോണിലെ കണ്ട ബറിയൽസിന് പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത? ഇനാമഗോൺ എന്ന് പറയുന്നത് എന്താ? ഇനാമഗോൺ ഇറ്റ് ഈസ് എ സൈറ്റ് ഓൺ ദ റിവർ ഗോഡ്. സൈറ്റ് ഓൺ ദ റിവർ ഗോഡ്. ഗോഡ് ദ ട്രിബ്യൂട്ടറി ഓഫ് ഭീമ. ഭീമയുടെ ട്രിബ്യൂട്ടറി ആയ ഗോഡിന്റെ സൈറ്റ് ആണ് ഇത് ഇനാമഗോൺ. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇറ്റ് വാസ് ഒക്യുപ്പൈഡ് ബിറ്റ്വീൻ 3600 to 2700 years ago. അതായത് 3600 2700 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബറിയൽ സൈറ്റ്സ് അല്ലെങ്കിൽ ഈ സ്കെൽട്ടൺ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ എന്താണെന്നറിയോ? ഇവിടുത്തെ പ്രത്യേകത, ഇനാമഗോണിലെ പ്രത്യേകത ഇതാണ്. ഹിയർ അഡൽട്സ് വർ ജനറലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. അഡൽട്സ് എന്ന് പറഞ്ഞാരാ? 18 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ അല്ലെ? 18 വയസ്സ് കൂടുതൽ, 18 മുതൽ ഒരു 10, 40, 45 വയസ്സ് വരെയുള്ള ആൾക്കാരെ എന്താ ചെയ്യാ? യുവാക്കന്മാര് എന്ന് പറയും അല്ലെ? 18 വയസ്സ് കൂടുതലുള്ള യുവാക്കന്മാരെ മാത്രമാണ് അവിടെ അടക്കം ചെയ്യാം. എവിടെ? ഇൻ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ അടക്കം ചെയ്യാം. ഓക്കെ. ദെൻ ലേഡ് ഔട്ട് സ്ട്രെയിറ്റ്. എങ്ങനെയാ അവർ അടക്കം ചെയ്യാ? നേരെ കിടത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ്
ബറി ചെയ്യാം. പിന്നെ വിത്ത് ദ ഹെഡ് ടുവേർഡ്സ് ദ നോർത്ത്, തലഭാഗം ഏത് വശത്തായിരിക്കും? നോർത്ത് അല്ലെ, നോർത്ത് ഭാഗത്തേക്ക് തലവെച്ച് കിടത്തിയിട്ടാണ് അവരെ ബറി ചെയ്യാം. മനസ്സിലായോ? Inamagon, it is a site on the river God. God is the tributary of Bhima. It was occupied between 3600 and 2700 years ago. 2700 മുതൽ 3600 വർഷങ്ങൾക്കിടയിലാണ് മുൻപാണ് എന്ത് ഈ ഒരു സൈറ്റ് കണ്ടെത്തിയത്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിയർ അഡൽട്സ് were generally buried in the ground, അല്ലെ, laid out straight with head towards north. തലഭാഗം ഏത് വശത്തേക്കായിരിക്കും? തലഭാഗം വടക്ക് വശത്തേക്ക് അല്ലെങ്കിൽ നോർത്ത് വശത്തേക്ക് വെച്ചിട്ട് കിടത്തിയ രീതിയിലാണ് അവരെ ബറി ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, എന്താ പറയാ, സംടൈംസ് ബറിയൽസ് വിത്തിൻ ദ ഹൗസസ്. ചില സമയത്ത് ഇങ്ങനെ ബറിയൽസ് എവിടെയായിരിക്കും? വീടിനകത്തായിരിക്കും. മനസ്സിലായോ? വീടിനകത്ത് ബറിയൽസ് വിത്തിൻ ദ ഹൗസസ്. ഇപ്പോഴാരെങ്കിലും വീടിനകത്ത് കുഴിച്ചിടുവോ? ഇല്ല, പണ്ടത്തെ കാലത്ത് അല്ലെ. മാത്രല്ല വെസൽസ് ദാറ്റ് പ്രോബബ്ലി കണ്ടെയ്ൻഡ് ഫുഡ് ആൻഡ് വാട്ടർ. അവരടക്കം ചെയ്തതിന്റെ കൂട്ടത്തിൽ പാത്രത്തിൽ എന്തും കൂടെ വെച്ചിട്ടുണ്ടാവും? ഫുഡ് ആൻഡ് വാട്ടർ, ഭക്ഷണവും വെള്ളവും. ഓരോ ആചാരങ്ങളല്ലേ. ചിരി വരും. ആവണി ഈസ് ലാഫിങ്. എന്തൊരു വിഡിത്തല്ലേ. ഇപ്പൊ നമുക്ക് തോന്നുകയാണ് അത് വിഡിത്തായി തോന്നില്ലേ? സംടൈംസ് ബറിയൽസ് were within the houses. Vessels that probably contained food and water were placed with the dead. മരിച്ച ബോഡിയുടെ സൈഡിൽ എന്ത് വെക്കും? പാത്രത്തിൽ ഫുഡും വെള്ളവും ഒക്കെ വെക്കും. ചത്തുപോയ ആള് കഴിച്ചോട്ടെ എന്നുള്ളൊരു ആചാരമായിരിക്കും അല്ലെ. മരിച്ചു പോയാൽ അവർക്ക് കഴിക്കാൻ വേണം എന്നുള്ള ഒരു ആചാരമായിരിക്കും. ഓക്കെ. എനിവേ, then one man was found buried in a large. Okay. One man was found buried in a large 4-legged clay jar in the courtyard of a 5-roomed house, one of the largest houses at the site, in the center of the settlement. This house also had a granary. The body was placed in a cross-legged position. അടുത്തൊരു കാര്യം പറയണം. One man was found buried in a large. വലിയതായിട്ടല്ലേ. നോക്ക്, 4-legged clay jar, 4 കാലുള്ള ക്ലേ കൊണ്ടുണ്ടാക്കിയ ജാറ്, ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് എ 5-roomed ഹൗസ്. എന്താ മനസ്സിലായോ? ഒരാള്, വൺ മാൻ വാസ് ഫൗണ്ട്, ഒരു മനുഷ്യനെ കണ്ടെത്തി. എവിടെ നിന്ന്? ബറീഡ് ഇൻ എ ലാർജ്, വലിയ ഒരു കുഴിയിൽ നിന്ന്, ബറിയിൽ നിന്ന്. 4-legged clay jar, 4 കാലുള്ള ക്ലേ ജാറിലാണ് മുറ്റത്ത്. ഓഫ് എ 5-roomed ഹൗസ്, 5 റൂമുള്ള ഒരു വീടിന്റെ അകത്തിലെ മുറ്റത്ത് നിന്ന് 4 കാലുള്ള ക്ലേ ജാറിനകത്ത് ഒരു വലിയ മനുഷ്യനല്ലേ. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹൗസ് അറ്റ് ദ സൈറ്റ്. ആ സൈറ്റ് ഏറ്റവും വലിയ വീടാണ് ഇത്, 5 റൂമുള്ള ഹൗസ്. ദിസ് ഹൗസ് ഓൾസോ ഹാഡ് എ ഗ്രാനറി. ഈ വീട്ടിൽ എന്തുണ്ട്? വലിയൊരു ഗ്രാനറി. എന്താ ഗ്രാനറി എന്ന് പറഞ്ഞാല്? നമുക്ക് കിട്ടുന്ന നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഗ്രാനറി അല്ലെ. നമ്മളിപ്പോ സ്റ്റോർ റൂം എന്ന് പറയും, പണ്ട് പത്തായം എന്ന് പറയും. അതായത് ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സാധനം. ദ ബോഡി വാസ് പ്ലേസ്ഡ് ഇൻ ക്രോസ് ലെഗ്ഡ് പൊസിഷൻ. ആ ബോഡി എങ്ങനെയാ സൂക്ഷിച്ചതെന്ന് അറിയോ? ക്രോസ് ലെഗ്ഡ്, കാലിങ്ങനെ ക്രോസ് ആയി വെച്ച രീതിയിൽ പൊസിഷനിലാണ് ആ ബോഡി കണ്ടെത്തിയത്. ജോസ് ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ എന്തൊക്കെ സംഭവം അല്ലേ. നമ്മളെയൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു, കുറച്ച് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കൊണ്ട് നേരെ ബെറി ചെയ്തു. ഇത് എന്തൊക്കെ സംഭവം അല്ലേ ജോസി? ഇന്നലെ പറയുന്നോട്ട് വലിയൊരു കല്ല് അടയാളമായിട്ട് വെച്ചു എന്ന് അല്ലേ. പിന്നെ പറയുന്ന കേട്ടു കുറെ ബീഡ്സ്, സ്വർണത്തിന്റെ ബീഡ്സും വെള്ളിയുടേതും അല്ലെങ്കിൽ എന്താ കോപ്പറിന്റെ വളയും. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ മൂടിക്കളയുന്നല്ലേ ജോസി? നമുക്കാരും തന്നൂടെ അല്ലേ? അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മുടെ ജോസി ഇപ്പൊ ചിന്തിക്കുക, എന്റെ മിസ്സേ 23 ബീഡ്സ് അല്ല 33 ഗോൾഡ് ബീഡ്സ്, 2 സിൽവർ ബീഡ്സ് അല്ല സ്റ്റോൺ ബീഡ്സ്, 4 കോപ്പർ ബാംഗിൾസ്. അയ്യോ, ഇതെല്ലാം എന്തിനാ ഇവരിങ്ങനെ കുഴിച്ചു കളയുന്നത്? നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ അല്ലെ ഷിസ? സ്വിച്ച് ഓൺ യുവർ ക്യാമറ. ഓക്കെ. Then next one, occupations at Inamgon. അവിടുത്തെ occupations എന്താന്ന് നോക്കാം. Archaeologists have found seeds of wheat, barley, rice, pulses, millets, peas and sesame. Bones of a number of animals, many bearing cut marks that show they may have been used as food. Have
also been found. These include cattle, buffalo, goat, sheep, dog, horse, ass, pig. Sambar alla ട്ടോ. അടുത്തെന്താ? Sambar. Then spotted deer, black duck, antelope, hare, and mongoose. Besides birds, crocodile, turtle, crab, and fish. There is evidence with that fruits such as bar, amla, jamun, dates, and a variety of berries were collected. ഇതൊക്കെ തന്നെയായിരുന്നു അവരുടെ ജോലി. എന്താ? ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആനിമൽസിനെ വളർത്തുക. പിന്നെയോ കൃഷി. എന്തൊക്കെയാ ആർക്കിയോളജിസ്റ്റ് എന്തൊക്കെ വിത്തൊക്കെ കണ്ടുപിടിച്ചത്? വീറ്റ്, ഗോതമ്പ്, ബാർലി, പൾസസ്, മില്ലറ്റ്സ്, പീസ്, സീസം. These seeds found by the archaeologists in that place. From the evidences we understood these are cultivated there. Clear? Archaeologists found many seeds. From this evidence we have understood these types of cultivation there. The people depending on these cultivation, ഇതൊക്കെ അവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രല്ല ബോൺസ് ഓഫ് നമ്പർ ഓഫ് ആനിമൽസ് ഓൾസോ ഫൗണ്ട് ദർ. ബോൺസ്, ആനിമൽസിന്റെ എല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏതിന്റെയാ? കാറ്റിൽ, ബഫല്ലോ, ഗോട്ട്, ഷീപ്പ്, ഡോഗ്, ഹോഴ്സ്, ആസ്, പിഗ്, സാംഫാർ, സ്പോട്ടഡ് ഡിയർ, ബ്ലാക്ക് ബക്ക്, ആന്റിലോപ്പ്, ഹെയർ, മംഗൂസ് എക്സെട്ര. അപ്പൊ കാറ്റില്, ബഫല്ലോ, ഗോട്ട്, ഷീപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. ഡോഗ് അല്ലെ, ഡോഗ്, ഹോഴ്സിനെയൊക്കെ അവർ വളർത്തിയിരുന്നു. ഇതും അവരുടെ ജോലിയായിരുന്നു. പിന്നെന്താ പറഞ്ഞേ? ദർ ഇസ് എവിഡൻസ് ഫ്രൂട്ട്സ് സച്ചാസ്, ഫ്രൂട്ട്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. ഏതൊക്കെ? ബർ, അംല, ജാമൂൻ, ഡേറ്റ്സ് ആൻഡ് വെറൈറ്റി ഓഫ് ബെറീസ്. ഇതൊക്കെ ആയിരുന്നു അവരുടെ ജോലി. അപ്പൊ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു അല്ലെ. പിന്നെ കൾട്ടിവേറ്റ് വീറ്റ്, ബാർലി, റൈസ്, പൾസസ്, മില്ലറ്റ്സ് എക്സെട്ര. ദീസ് ആർ ദ ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. എൽസ്വർ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. എൽസ്വർ, ദാറ്റ്സ് എ ഹോംവർക്ക്. പ്ലീസ് റീഡ് ദാറ്റ്. ലെസൺ കഴിഞ്ഞു, ഒന്ന് വായിച്ചു നോക്കിയാട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. Page number 44. Let's recall and complete the sentences. These are your homework. Let's recall and complete the sentences. These are your homework. Hannah. Mr. Homework answer following you complete the sentence. Yes. Mr. A special burial at Inamgan. അതൊന്നും കൂടെ പറഞ്ഞുതരാമോ? എവിടെയായിരുന്നു? ആ പേജ് നമ്പർ 41. സ്പെഷ്യൽ ബറിയൽ അറ്റ് ഇനാമഗോൺ അല്ലേ? Find Inamagon on map 2. നമ്മൾ മാപ്പ് 2 പേജ് നമ്പർ 13 ബറിയൽ സൈറ്റ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? Then it is a site on the river God, a tributary of
ഭീമയുടെ ട്രിബ്യൂട്ടറി ആയ ഗോദ് റിവറിന്റെ സൈറ്റ് ആണ് ഏത്? ഈ നാമകോൺ. ഇനി ഇവിടെ ഇറ്റ് വാസ് ഒക്യുപ്പൈഡ് ബിറ്റ്വീൻ 3600 ആൻഡ് 2700. 3600 മുതൽ 2700 ആ ഒരു വർഷക്കാലങ്ങൾക്ക് മുന്നാണ് അവിടെ ഇത് കണ്ടെത്തിയത് അല്ലെ. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അവിടുത്തെ ബറിയൽ സൈറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. മുഹമ്മദ് കെ ഷഹാന ഷെറിൻ, സ്വിച്ച് ഓൺ യുവർ ക്യാമറ. അവിടുത്തെ ബറിയൽ സൈറ്റ്സിന്റെ പ്രത്യേകത ഇതാണ്. അവിടെ അഡൽട്സ് അതായത് യുവാക്കളെ ബറി ചെയ്യുന്നത് ഇൻ ദ ഗ്രൗണ്ടിലാണ്. മനസ്സിലായോ? ഗ്രൗണ്ടിലാണ് അവരെ ബറി ചെയ്യാം. മാത്രല്ല അവരെ ബറി ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നേരെ കിടത്തും, സ്ട്രെയിറ്റ് ആയി കിടത്തിയിട്ട് തലവശം നോർത്ത് വശത്തേക്ക് തല വെച്ചിട്ട് നേരെ കിടത്തിയതിന് ശേഷമാണ് അവരെ കുഴിച്ചിടുക. മനസ്സിലായോ? ഷഹാന ഷെറിൻ ക്യാമറ ഓൺ ആണെന്നോ? ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അവരെ അടക്കം ചെയ്യുന്നതിന്റെ സൈഡില് വെസൽസിലെ പാത്രത്തില് ഫുഡും വെള്ളവും കൂടെ വെച്ചിട്ടുണ്ടാവും. അതായത് അവരെ നീളത്തില് തല നോർത്ത് വശത്തേക്കായി കിടത്തും. എന്നിട്ട് അതിന്റെ സൈഡില് വെസൽസില് ഫുഡും വെള്ളവും വെച്ചിട്ട് മൂടും. മരിച്ചവർക്ക് വേണമെങ്കിൽ കഴിക്കാൻ വേണ്ടി ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഹോംവർക്ക് മറക്കല്ലേ. പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ട് ചോദിച്ചോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലെസൺ ഒന്നിന്ന് തീർക്കായിരുന്നു. ഫസ്റ്റ് അതായത് മാച്ച് ദ കോളവും കംപ്ലീറ്റ് ദ സെന്റൻസസ് നിങ്ങൾ ഹോംവർക്ക് ആയി ചെയ്യില്ലേ? അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഹന്നെ ഒന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കണേ. ഓക്കെ, ആൻസർ കണ്ടുപിടിച്ചൊന്ന് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം. ലക്ഷ്മിപ്രിയ കേട്ടോ, ആൻസർ ഉറപ്പാണ് ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മിസ്സിനെ കാണിച്ച് ശരിയാണെങ്കിൽ അതൊന്ന് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യാം. അതിനുശേഷം അതിന്റെ സ്ഥലം അവിടെ ഒരു പേജ് വിടുക. അതിനുശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇൻ വാട്ട് വേസ് ആർ ദ ബുക്സ് വി റീഡ് ടുഡേ ഡിഫറെന്റ് ഫ്രം ദ ഋഗ്വേദ? യു ക്യാൻ റൈറ്റ് ഡൗൺ ദ ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ ലെറ്റസ് ഡിസ്കസിൽ തേർഡ്. ഇൻ വാട്ട് വേസ് ആർ ദ ബുക്സ് വി റീഡ് ടുഡേ ഡിഫറെന്റ് ഫ്രം ദ ഋഗ്വേദ? റൈറ്റ് ഡൗൺ. നമുക്ക് എന്നാൽ ഇന്ന ലെസൺ തീർക്കാലോ, അതുകൊണ്ടാ. എന്നൊന്നും നോട്ട് തരില്ല കേട്ടോ. ഇന്ന് സമയമുണ്ട്, നമുക്ക് അടുത്ത ലെസൺ എടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ. ലെറ്റ്സ് ഡിസ്കസ് അതില് 3 ക്വസ്റ്റ്യൻ നമ്പർ ഉള്ളത്. എഴുതുക, ആൻസർ എഴുതാ. The books we read today, the books we read today, the books we read today are different from the Rigveda, from the Rigveda. Different from the Rigveda. In that
in that the Rigveda, in that the Rigveda was chanted. Rigveda was chanted. CHANTED. Rigveda was chanted and heard. HEARD. And heard. It was later. It was later. It was later. 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 Handwritten. 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 Okay. Full stop and write down. The textbook of Rigveda, the text, sorry, textbook alla, the text of the Rigveda, the text of the Rigveda is in Sanskrit, is in Sanskrit, 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 and the other books are, and the other books are not in Sanskrit, not in Sanskrit, SANSKRIT. Okay. തെറ്റിക്കാതെ എഴുതണേ. എഴുതി കഴിഞ്ഞോ? ഒന്നാമത്തെ എഴുതിയോ? എഴുതാ. രണ്ടാമത്തത് സോറി, ഫോർത്ത് വൺ. What kind of evidence from burials do archaeologists use to find out whether there were social differences among us those who were buried? ഇതാ. To find out the social differences, the evidence from burials, BURIALS,
RRIALS, burials. Evidence from burial. Which the archaeologist ARCHAELOGIST. Archaeologists use is the amount of jewelry, JEWELLERY, jewelry on the corpse, 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 or the number of corpse, or the number of belongings, BELONGIGS, belongings. Buried, BURRIED, buried with it. Okay. Then last one, fifth one. In what ways do you think that the life of a Raja was different from that of a Dasa or Dasi? In the society, പെട്ടെന്ന് എഴുതണേ, ടൈം കഴിയാനായി. In the society, SOCIETY, in the society, Raja, RAJA, Raja was one of the highest, highest, one of the highest civil positions. Rajas were RAJAS, Rajas were the kings of the community. പെട്ടെന്ന് എഴുതണേ, kings of the community. Whereas, WHEREAS, whereas the Dasas, or Dasis, DASIS, Dasas or Dasis, were Dasas or Dasis were the lowest position of the society. The lowest position of the society. SOCIETY. അത് എഴുതി കഴിഞ്ഞതിന് മുമ്പ് ക്ലാസ് കട്ടായി പോയാല് ലിങ്ക് നോക്കി എഴുതണേ. പെട്ടെന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. This lesson is almost over. 4 is almost over.
ഇപ്പൊ ക്ലാസ് കട്ടാവുക, പെട്ടെന്ന് എഴുതിക്കോ.